ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷുറൻസ്, QaQc എന്ന് പറയും. അങ്ങനത്തെ കുറേ വാക്കൻസീസ് നമ്മൾ ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ ക്വാളിറ്റി കൺട്രോളിലും ക്വാളിറ്റി അഷുറൻസിലും ഇഷ്ടംപോലെ വാക്കൻസീസ് കാണാറുണ്ട്. അപ്പോൾ അത് പല ഫീൽഡിലുള്ള വേക്കൻസീസ് പറയാറുണ്ട്. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിലാവാം, അല്ലെങ്കിൽ മെറ്റലിൻ്റെ ആവാം, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാവാം, പൈപ്പിങ്ങിൻ്റെ ആവാം. അങ്ങനെ പല ഫീൽഡിലുള്ള QaQc അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ജോബ് നമ്മൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. നമ്മൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ QaQcയുടെ വേക്കൻസീസ് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അങ്ങനെ കാണുമ്പോൾ SSLC കഴിഞ്ഞ സ്റ്റുഡൻസിനെ, അതല്ല +2 കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ QaQcയുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോബ് കിട്ടുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അങ്ങനെ കുറേ പേര് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസ്, അതായത് QaQcയുടെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് മെക്കാനിക്കൽ QaQcയെ കുറിച്ചാണ്. അതായത് മെക്കാനിക്കൽ ഫീൽഡിലുള്ള ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, അതായത് മെക്കാനിക്കലായിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ചെക്കിങ്ങോ, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡാണെങ്കിൽ പൈപ്പിൻ്റെ ചെക്കിങ്, വെൽഡ് ചെയ്ത് ചെക്ക് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വാക്കൻസീസ് കാണുമ്പോൾ SSLC കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് അത് പ്രിഫർ ചെയ്യും. ആ കോഴ്സ് ചെയ്താൽ നമുക്ക് ഈ പോസ്റ്റ് കയറാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ചോദിക്കും, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസിൻ്റെ കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെക്കാനിക്കൽ ഫീൽഡിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ കോഴ്സിന് ചേരുന്നു. അത് QaQc എന്ന് പറയുന്ന കോഴ്സിന് ചേർന്ന് അത് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ASNT ലെവൽ 2 സർട്ടിഫിക്കേഷൻ നമുക്കൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ജോബിന് പോകുന്നു. ജോബിന് പോകുന്ന പറഞ്ഞാൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ തന്നെ നമുക്ക് പ്ലേസ്മെൻ്റ് ആക്കി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡയറക്റ്റ് പ്ലേസ്മെൻറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിതിൽ അത്യാവശ്യമാണെന്നുള്ളത്. അതായത് ഒന്നുകിൽ ITI കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലാന്നുണ്ടെങ്കിൽ BTech, അങ്ങനെയുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഈ QaQc കോഴ്സിന് ഓൾമോസ്റ്റ് കമ്പൽസറി ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയറുന്ന പോസ്റ്റിൽ ഹെൽപ്പറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് മേലേക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണം, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ QaQc കോഴ്സുകൾ കാണുമ്പോൾ, വാക്കൻസീസ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു കോഴ്സ് ചെയ്യുന്നു, നമ്മൾ ആ ഫീൽഡിൽ അവരെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ജോബാക്കി തരുന്നു. പക്ഷേ അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ റയറാണ്. അപ്പോൾ ഈ വീഡിയോ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ ഇത്രയാണ്. നമുക്ക് ഇപ്പം അങ്ങനെ ആരെങ്കിലും ഓടിപ്പോയി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചാടിപ്പടഞ്ഞ് ചെയ്യരുത്. കാരണം നമ്മളൊന്ന് എൻക്വയറി നടത്തിയതിന് ശേഷം മാത്രം, ഈ ഫീൽഡിനെ കുറിച്ചൊന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ക്വാളിറ്റി കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസിൻ്റെ കോഴ്സുകൾ ചെയ്യാം. ഇപ്പോൾ വേറെ കോഴ്സുകൾ, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ആഡ് ഓൺ കോഴ്സുകളായിട്ട് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്. കാരണം നമുക്കൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ട്. അതല്ലാതെ ഓൺലി +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ SSLC ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി QaQcയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അധികം ഉപയോഗം വരാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാണ്, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാണ്, അതല്ലെങ്കിൽ മെക്കാനിക്കലിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാണ്. അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ QaQc ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിപ്ലോമയും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ ക്വാളിറ്റി കൺട്രോളും സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഫീൽഡിൽ ഉയർന്നു പോകാനായിട്ട് പറ്റും. അതല്ലാതെ +2 അല്ലെങ്കിൽ SSLC മാത്രം ക്വാളിഫിക്കേഷനായുള്ളവർ ക്വാളിറ്റി കൺട്രോളിൻ്റെ കോഴ്സ് മാത്രം ചെയ്തിട്ട് ആ സർട്ടിഫിക്കേഷൻ കൊണ്ട് പോകുമ്പോഴാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂസും അതേപോലെ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തൊരു സാഹചര്യം വരുന്നത്. അപ്പോൾ കുറച്ച് കൊല്ലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാവും. അപ്പോൾ കുറേ പേര് അത് വിട്ടെറിഞ്ഞ് പോരും. അപ്പോൾ അതാണ് അതിൽ ഒരു കാര്യമുള്ളത്. മനസ്സിലാക്കിയതിന് ശേഷം അന്വേഷിച്ച് ചെയ്യണം. ആ ഫീൽഡ് ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം ആ കോഴ്സിന് ജോയിൻ ചെയ്യാം. പിന്നെ
ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭൂരിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ NDT എന്ന് പറയുന്ന ഒരു ഏരിയ വരും, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡുകൾ. അതിൽ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ 4 ടെസ്റ്റിംഗ് മെത്തേഡാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ടെസ്റ്റിംഗ് മെത്തേഡുകൾ വരുന്നുണ്ട്. ലിക്വിഡ് പെനിട്രൻ്റ് വിഷ്വൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അൾട്രാസോണിക് റേഡിയോഗ്രാഫി, അങ്ങനെ പല ടെസ്റ്റിംഗ് മെത്തേഡുകളും വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പൈപ്പിങ്ങിൻ്റെ ക്ലാസ്സുകളുണ്ടാവും, വെൽഡിങ് ഇൻസ്പെക്ഷൻ്റെ ക്ലാസ്സുകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മളൊരു സർട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷനും നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ SSLC ക്വാളിഫിക്കേഷനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സായിട്ട് ഏതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.